അപ്പോൾ രാവിലെ ഞങ്ങൾ ഗുരുവായൂർ അമ്പലത്തിലോട്ട് പോവുകയാണ്. ഇന്നലെ രാത്രിയിലാണ് എത്തിയത്. ഹായ് ഗൈസ്, എവിടെ പോവാ ഗൈസ്? അമ്പലത്തിൽ പോവാ. അങ്ങനെ ഹോട്ടലിൽ നിന്ന് വെളിയിലിറങ്ങി ബസ്സുകളെല്ലാം നിർത്തിയിട്ടിരിക്കുന്നു. അത് രാവിലെ ആയിരുന്നു. ഞങ്ങൾ വെളുപ്പിനെ ഇറങ്ങി. അപ്പം വഴികളെല്ലാം വിജനം, ആരുമില്ല. ഇതാണ് ഞങ്ങൾ റൂമെടുത്ത ഹോട്ടൽ കേട്ടോ. നല്ലൊരു ഹോട്ടലായിരുന്നു, നല്ല സൂപ്പർ ഹോട്ടലായിരുന്നു. നേരെ ഞങ്ങൾ നടന്നു. തിരക്കൊന്നും ഇല്ലാഞ്ഞുകൊണ്ട് ഞങ്ങൾ കരുതി റോഡിലെങ്ങും തിരക്കില്ല, അതുകൊണ്ട് ആളൊന്നും കാണത്തില്ല, പെട്ടെന്ന് തൊഴുതിട്ടിറങ്ങാമെന്നുള്ള പ്രതീക്ഷയിൽ നടന്ന് ചെന്നു. ഗോപുരത്തിൻ്റെ ഫ്രണ്ടിലത്തെ കവാട ഗോപുരത്തിൻ്റെ നിർമ്മാണം നടക്കുമായിരുന്നു. അതും കണ്ടിട്ട് അകത്തോട്ട് നോക്കിയപ്പോഴത്തേക്ക് അങ്ങനെ ഗുരുവായൂർ അമ്പലത്തിൽ കയറി തൊഴുതിട്ടിറങ്ങി. ഇനി പഴയിടത്തിൻ്റെ രുചി തേടി പോവുക. നോക്കട്ടെ, കിട്ടിയ ഒരു സദ്യ കഴിക്കാം, ഇല്ലെങ്കിൽ അവിടെ ഉള്ളതും കഴിച്ചിട്ട് വരാം. എന്നിട്ട് കോഴിക്കോട് പോയിട്ട് മന്തി കഴിക്കാം. അങ്ങനെ കുറേ നടന്ന് പഴയിടത്തിൻ്റെ രുചി കണ്ടെത്തി ഞങ്ങൾ അവിടെ ചെന്നു. നല്ല തിരക്കായിരുന്നു. ഞങ്ങൾ കുറേ നേരം അവിടെ നിൽക്കേണ്ടി വന്നു, കാരണം ഇരിക്കാൻ സ്ഥലമില്ലായിരുന്നു. അങ്ങനെ സ്ഥലമൊക്കെ കിട്ടി ഇരുന്നു. കുറേ സമയം എടുക്കും, തിരക്കാണ്. നല്ല തിരക്കായതുകൊണ്ട് തന്നെ നമുക്ക് ഫുഡൊക്കെ വരെ ഇച്ചിരി സമയം എടുക്കും. ഫുഡ് കൊള്ളാവും, നല്ല ഫുഡാണോ? നമ്മൾ ഗുരുവായൂരൊക്കെ തൊഴുത്ത് പിന്നെ കോഴിക്കോടോട്ട് പോവാന്ന്. നമുക്ക് ഇത് വഴിയാണ്. നമ്മള് നല്ലൊരു ഭംഗിയുള്ള സ്ഥലം കണ്ടു ഗൈസ്. കായലല്ല, ഭാരതപ്പുഴ. ഞങ്ങൾ നല്ലൊരു ഭാരതപ്പുഴ കണ്ടു ഗൈസ്. അങ്ങനെ ഞങ്ങൾ വണ്ടി അവിടേക്ക് ഒതുക്കി. ഭാരതപ്പുഴയുടെ നല്ലൊരു സീനറി കണ്ടപ്പോൾ ഞങ്ങൾ പയ്യെ വണ്ടിയൊക്കെ ഒതുക്കി ഗൈസ്. ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് കരുതി. നല്ല അടിപൊളി ഒരു സ്ഥലം, ഭാരതപ്പുഴയുടെ നല്ലൊരു വ്യൂ പോയിന്റ് ഭാഗമാണ്. നമ്മൾ ഇവിടെ നിന്ന് അടുത്ത സ്പോട്ടിലേക്ക് പോവുകയാണ്. സ്ഥലം കണ്ടുകൊണ്ട് നമ്മൾ എടുത്ത് ഒരുപാട് വെള്ളം. അമ്മാവന്മാര് ഇത് കടലുണ്ടിയായിരുന്നു. കടലുണ്ടി ഭാഗം ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പം അവിടെ ഇറങ്ങിയത് കൊണ്ടാണ് ഇപ്രാവശ്യം ഞങ്ങൾ പിന്നെ അവിടെ ഇറങ്ങാഞ്ഞത്. അപ്പം അവിടുന്ന് പിന്നെ നേരം കോഴിക്കോടിനോട്ട് പോവുക എന്നുള്ള ഒരു രീതിയിൽ തന്നെ നമ്മളിപ്പം ബേപ്പൂർ കാണുക എന്നുള്ളതൊക്കെ ആയിരുന്നു നമ്മുടെ പ്ലാനിലുള്ളത്. അതുകൊണ്ട് നമ്മൾ കടലുണ്ടി നിർത്തിയില്ല, കടലുണ്ടി ഇറങ്ങാതെ തന്നെ പോയി. കാരണം ഒരു വട്ടം നമ്മൾ അവിടെ ഇറങ്ങിയതാണ്, കണ്ടിട്ടുള്ളതാണ്. പിന്നെ അതുകൊണ്ട് പിന്നെ ഒരു ഇറക്കോടെ ഇറങ്ങണ്ട എന്ന് കരുതിയാണ് ഞങ്ങൾ അടുത്ത സ്ഥലത്ത്. കോഴിക്കോട് ഫറോക്ക് പാലത്തിലെ കേസ് എന്ന് പറഞ്ഞു. നീലേ വ്ളോഗർ ലൈറ്റ് ഇട്ടേക്കുന്നുണ്ടോ? ലൈറ്റ്
പറയിലെല്ലാം അടിക്കും. എല്ലാം പറയിലെല്ലാം ലൈറ്റ് അടിക്കും. നല്ല രസമാണ്. പക്ഷെ ഞാൻ ഇതുവരെ ഈ പാലം കണ്ടിട്ടില്ല. നീ ഇതുവരെ പാലം കണ്ടില്ല? ആരും പറഞ്ഞു? നമ്മള് പോയിട്ടുണ്ട്. ഇത് ടൂറിസം വകുപ്പിന്റെ. ഇതോ അങ്ങനെ ഞങ്ങൾ ബേപ്പൂർ ബീച്ചിലെത്തിയിരിക്കുകയാണ്. അവിടെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജൊക്കെ നിർത്തി വെച്ചിരിക്കുകയാണ്. അപ്പം നമ്മൾ പോയ സമയം നല്ല മഴയൊക്കെ ഉള്ളൊരു സമയമായതുകൊണ്ടും അവിടെ നിർമ്മാണമൊക്കെ നടക്കുകയാണ്. അപ്പം നമുക്കവിടെ അവിടുത്തെ കൂടുതൽ കാഴ്ച അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം വണ്ടി ഒതുക്കാനുള്ളൊരു സ്ഥലം നോക്കി ഞങ്ങൾ നടക്കുകയാണ്. അപ്പം അതിൻ്റെ മറു സൈഡിലും ഒരുപാട് കാര്യങ്ങൾ നിർമ്മാണമൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ